സംസ്ഥാനത്തൊട്ടാകെ ഗ്യാസ് സിലിണ്ടറിൻ്റെ പ്രതിസന്ധി വലിയ ആശങ്കയാണ് സാധാരണക്കാർക്കിടയിൽ സൃഷ്ടിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടുള്ള ഒരു ഗ്യാസ് ഏജൻസിക്ക് മുൻപിലാണ്. ഇവിടെ പതിവില്ലാത്ത വിധം ആളുകളുടെ ഒരു നീണ്ട നിര നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവർ പ്രധാനമായും വന്നത് ഗ്യാസ് ബുക്ക് ചെയ്തു, പക്ഷേ ഇവർക്ക് ലഭിച്ചിട്ടില്ല. പലർക്കും ബുക്ക് ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. അപ്പോൾ എന്താണ് ഇതിൽ ഇനി പരിഹാരം എന്നുള്ളത് അന്വേഷിച്ചാണ് ഇവർ ഇവിടേക്ക് എത്തിയത്. ഇത്തരത്തിലൊരു നീണ്ട നിര ഇതിന് മുൻപിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ആളുകളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് ഒന്ന് പോകാം. എന്താണ് ബുക്ക് ചെയ്തിട്ട് കിട്ടാതെ വന്നതോടെയാണോ മത്യം? അതെ, ഞാൻ 4-ാം തീയതി ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ 4-ാം തീയതി രാവിലെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് വൈകുന്നേരം ബിൽ ജനറേറ്ററിൽ നിന്ന് മെസ്സേജ് വന്നു. അതിൽ 861 രൂപയാണ് കാണിച്ചിരുന്നത്. സാധാരണ നമുക്ക് ബിൽ ജനറേറ്റർ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിറ്റേന്നോ അല്ലെങ്കിൽ പിറ്റേന്നോ നമുക്ക് ഡെലിവറി ചെയ്യാറുണ്ട്. പക്ഷെ അതുണ്ടായില്ല. അങ്ങനെയാണ് നമുക്ക് 6-ാം തീയതി ഗ്യാസിന് വില കൂടിയെന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നത്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 60 രൂപ കൂടിയെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അപ്പോൾ 7-ാം തീയതി എന്തുണ്ടാ വെച്ചാൽ ആദ്യത്തെ ബിൽ ജനറേറ്റർ ക്യാൻസൽ ചെയ്യാണ്ട് തന്നെ രണ്ടാമതൊരു മെസ്സേജും കൂടെ 7-ാം തീയതി വന്നു. അതിൽ 921 രൂപയാണ് കാണിച്ചത്. അപ്പോൾ 7-ാം തീയതി ആ മെസ്സേജ് വന്നാൽ സ്വാഭാവികമായിട്ട് 8-ാം തീയതി 9-ാം തീയതി വരേണ്ടതാണ്. പക്ഷെ ഇന്ന് 11-ാം തീയതി ഇന്ന് വരെ വന്നില്ല. അപ്പോൾ ഇന്നലെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ കൺസ്യൂമർ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ സൈറ്റ് റീച്ചബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് വന്നു നോക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് വരികയാണ്. ഇപ്പം കിട്ടുന്ന പ്രതീക്ഷയൊന്നുമില്ല. 40 സിലിണ്ടർ ഇനിയിപ്പം ബാക്കിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് എത്ര ഡെലിവറി പോയിന്ന് അറിയില്ല. കിട്ടിയാലും പോകണം, ഇല്ലെങ്കിൽ കാര്യം അബദ്ധമാണ്. ഗ്യാസ് തീരാനായോ വീട്ടിൽ? ഗ്യാസ് ഏകദേശം എനിക്ക് ഒരു 40 ദിവസത്തോളമാണ് കിട്ടാറ്. ഇന്നേക്കിപ്പോൾ ഏകദേശം 40 ദിവസമായി. ഇന്നും കൂടെ കിട്ടിയില്ലെങ്കിൽ നാളെ തൊട്ട് വേറെ എന്തെങ്കിലും വഴി നോക്കണം. വേറെ നിവൃത്തിയില്ല. എന്താണ്? ഗ്യാസ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവരിപ്പം ബുദ്ധിമുട്ടാനെ കൊണ്ട് നമ്മൾ നോക്കുകയാണ്. തീരാനായിക്കണം. ഗ്യാസ് തീർന്ന ആശങ്കയല്ല. ഇപ്പം പ്രത്യേകിച്ച് ഒരു സാധനം ഇല്ലല്ലോ. അടുപ്പ് കത്തിക്കണില്ല, ആർക്കും അറിയില്ല. അതാണ് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം കാര്യമായ ഒരു പ്രതിസന്ധിയാണ് സാധാരണക്കാർക്കിടയിൽ കൂടെ സൃഷ്ടിച്ചത് എന്നതാണ് ഇവരുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. വീട്ടിൽ പ്രതിസന്ധിയാണോ? 2-ാം തീയതിയാണ് ബുക്ക് ചെയ്തത്. 2-ാം തീയതി ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ന് 11-ആയില്ലേ. ഓൾമോസ്റ്റ് 9-10 ദിവസമായി. ഒരു വിവരമില്ല. അപ്പോൾ ഇന്നലെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബില്ലാക്കും, ഇൻവോയ്സ് ആക്കുമെന്ന് പറഞ്ഞു. അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ വന്ന് നോക്കുകയാണ്, കിട്ടിയാൽ കൊള്ളാം. ഇതിപ്പോൾ കഴിഞ്ഞ സിലിണ്ടർ എടുത്തിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ഒരു സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു 5-6 ദിവസത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സിലിണ്ടർ ആകുമ്പോഴത്തേക്കാവും. പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്ന സിലിണ്ടർ കഴിയാറായി. ഈ സിലിണ്ടർ കിട്ടിയില്ലെങ്കിൽ ലേശം പ്രശ്നമാവും. സാധാരണഗതിയിൽ അടുത്ത ദിവസങ്ങളിൽ കിട്ടേണ്ടതാണ്. പക്ഷേ നിലവിലെ ഈ ഒരു പ്രതിസന്ധി നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഗ്യാസ് കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. അമ്മ ഗ്യാസ് ബുക്ക് ചെയ്യാൻ അവർ പറയുന്നത് മസ്റ്ററിങ് കഴിഞ്ഞാലേ കിട്ടുള്ളൂ എന്ന്. ഒരു മാസം കഴിയണം കിട്ടണമെന്ന്. നമുക്ക് നേരത്തെ അറിയിച്ചൂടെ? വിളിച്ചു പറയുമ്പം കിട്ടുന്നില്ല. ഇത്ര പ്രാവശ്യം വിളിച്ചു തരാം. 4 ദിവസമായി വിളിക്കുന്നത്. അപ്പോൾ അത് ലോക്കായി പോവുകയാണ്. ഇതിൻ്റെ ഫുള്ളാണെന്നൊക്കെ പറഞ്ഞ് കുത്തിരിക്കുകയാണ്. വീട്ടിൽ പ്രശ്നമാണല്ലേ ഗ്യാസില്ല? ഗ്യാസിൻ്റെ പ്രശ്നം തന്നെയാണ്. അതില്ല ഞാൻ പോയില്ലേ. ഈ കാലും കയ്യുമില്ലാത്ത ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? അതാ പറയുന്നത്. വീട്ടിലും ഇതേ അവസ്ഥയാണ് തന്നെയാണ്. അല്ല, കുറച്ച് വർക്കൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ്. ആരാൻ്റെ പണിക്ക് പോകുന്നതല്ലേ. എന്നപ്പോൾ നമുക്ക് ഗ്യാസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. വലിയ ടെൻഷനാണ് ആളുകൾക്ക്. അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ മറ്റു വഴികളില്ല. ഉടൻ തന്നെ ഇത് പരിഹരിക്കും എന്നുള്ളതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എല്ലാ ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിലും ഇതേ കാഴ്ച തന്നെയാണ്. ആളുകളുടെ ഒരു നീണ്ട നിര. ബുക്ക് ചെയ്തിട്ടും മറ്റു വിവരങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഇങ്ങനെ നേരിട്ടെത്തിയത്. പക്ഷേ വന്നതുകൊണ്ടും മറ്റ് കാര്യങ്ങളില്ല എന്നുള്ളതാണ്. അതായത് ഗ്യാസ് ഏജൻസികളും നിസ്സഹായരാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഉടനൊരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ഈ സാധാരണക്കാരായ ആളുകൾ പറയുന്നത്. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.